അറബി പഠിപ്പിക്കണം നമ്പൂരിച്ച് വന്നിരിക്കണം. ഓഹോ, എങ്ങോട്ടാ? തൊഴാൻ. അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? 4ാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവരെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല. എങ്ങനെയാ വിശ്വസിക്കുക? മേച്ചഭാഷയല്ലേ പഠിപ്പിക്കണത്. മേത്തന്മാരുടെ വീട്ടിൽ താമസവും അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്രം അശുദ്ധാവില്ലെന്ന് ആരും ഉള്ളൂ. ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്. ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല. ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും ഭട്ടരെയും കണ്ടോണ്ടുമല്ല. സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരുമെന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കുന്ന ആളുമല്ല. ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ, അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുപറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല. പോയി തൊഴുതു. ഒന്നും പറയണ്ട. ആലോചിച്ച് കണ്ടുപിടിച്ചൊരു സൂത്രം. ടീച്ചറെ തടയുക. എന്നിട്ട് എന്തുണ്ടായി? നാട്ടിലുള്ളവർ മുഴുവൻ എതിരായി. അത് പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലേ? അല്ല, നിങ്ങളുടെ മണ്ടത്തരം മനസ്സിലായതുകൊണ്ടാ. ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെയല്ല, മിത്രങ്ങളെയാണ്. എന്നുവെച്ചാ സംഗതി ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ. അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു. ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. പുറത്താക്കണം. കണ്ണീരും കൈയുമായി ടീച്ചർ പരിപാടിയിൽ ഇറങ്ങുന്നു. നിരാലംബയായ നിസ്സഹായായ ഒരു പെൺകുട്ടി സഹികെട്ടിറങ്ങിത്തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ. ഞാൻ അതെ, വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു. അങ്ങനെ ആയാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും. പിന്നെ നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ. നേരിന്റെ ടെക്നിക്ക് മനസ്സിലായോ? അതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ. ഒറ്റ വെടി ഹാജിയാരെയും ശേഖരനെ ഒതുക്കാം. അതിനൊരു കാര്യം, ഇതൊരു ധർമ്മയുദ്ധമൊന്നുമല്ല, മർമ്മം നോക്കി അടിക്കുക. ഞാനാ വാര്യർ. എന്തേനു? ഒന്നുമില്ല, ടീച്ചർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ, അതിനെന്താ? വിളിക്കാൻ തൊള്ളയിൽ നാവില്ലേ? ഇങ്ങനെ കള്ളന്മാരെ പോലെ പരുങ്ങണത്. മോളെ ഒന്നുകൊണ്ട് വരി. ഇതാ ബാറിന് തെരഞ്ഞു വന്നിക്കണു. എന്താ? അല്ല, കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ, മേലിന് വളരെ വിഷമുണ്ട്. ഈ കമ്മിറ്റിക്കാർ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോൻ പറഞ്ഞത്. അല്ല, ഇങ്ങോട്ട് നോക്കുക, അല്ലാതെ ടീച്ചറോട് ഒറ്റ വിരോധം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മേനോനോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അങ്ങോട്ട് ബോധ്യപ്പെടുത്തി. നിങ്ങളോ? അല്ല, ശേഖരൻ മാഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇപ്പൊ കമ്മിറ്റിക്കാരുടെ മാത്രമല്ല, ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്കുക. അതും മാത്രമല്ല, ടീച്ചർക്ക്
ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം, നമുക്ക് ഊഹിക്കാൻ പാടില്ലേ. ഇവിടെ ഈ മീൻ്റെ നാറ്റവും ഈ ആട്ടിൻകാട്ടയച്ചോ അങ്ങനെ ഒത്തുപോവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടീച്ചർ ഇപ്പം വെറും ടീച്ചറല്ല, നമ്മുടെ സമുദായത്തിന്റെ തന്നെ. വേണ്ട, എന്നെ അങ്ങനെ സമുദായത്തിന്റെ ആരും ആക്കണ്ട. എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് വിട്ടാരെ. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത്. അപ്പോ ടീച്ചർക്ക് ജനപിന്തുണ കൂടിയിരിക്കുന്നു അല്ലേ ഹാജിരെ? ആ, ഇനിയിപ്പോ ടീച്ചർ രാജിവെച്ച് പോണെന്ന് വെച്ചാൽ തന്നെ ഓല് സമ്മതിക്കില്ല. അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടായത് എനിക്ക് മനസ്സിലാവാത്തത്. മനം മാറ്റോ? അയാക്കോ? ടീച്ചർ ഇപ്പോഴല്ലേ അയാളെ കാണാൻ തുടങ്ങിയുള്ളൂ. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാ. അയാളെ പ്രമാണിയായിട്ട് അംഗീകരിക്കാത്തവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന അയാളുടെ പ്രകൃതം. ഞാൻ കാരണം സ്കൂള് പൂട്ടേണ്ടി വരുമെന്ന് പേടിയായിരുന്നു എനിക്ക്. ഇപ്പൊ ആ പേടി മാറിയല്ലോ. ഇനിയിപ്പൊ ടീച്ചറെ പുറത്താക്കണമെന്ന് പറഞ്ഞ അവരാരും പാളം ഉണ്ടാകത്തില്ലല്ലോ. ഞമ്മക്കൊന്നും കേക്കണ്ട. ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാല് തിരിച്ചെടുക്കാൻ ഓൾറെഡി ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു. നാണോ ഉണ്ടോ നിങ്ങൾക്കിത് പറയാൻ? അന്ന് നമ്മൾ എണ്ണി പറഞ്ഞതാണ് ഓലി സ്കൂളിൽ വന്നോണ്ടാവണ പ്രശ്നങ്ങളെ പറ്റി. അന്നൊന്നും ആർക്കും അസീസിനെ വേണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയണ് അസീസ് പറഞ്ഞ ന്യായം ഉണ്ടെന്ന്. നമ്മൾ അന്ന് തന്നെ ഓളെ ചോദ്യം ചെയ്തില്ലേ? ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആര്? പോലീസാ അല്ല വക്കീല? ഓലെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അന്നേ ഭയക്കൊണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാതെ തടുത്തില്ലേ? എന്നിട്ട് കുട്ടികളെ പുറത്ത് നിർത്തിയോ? ആ മാഷം എന്ന് പറഞ്ഞപ്പോ ഒരക്ഷരം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ? ഇനിയും നമ്മൾ പറയണു, നിങ്ങൾ ഈ പോക്ക് പോയാല് അവസാനം ശ്വാസം വിടാൻ പോലും ഓരുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും. ചേരുമ്പോ അവരെല്ലാം ഒന്നാണ്. ആ ഒരു വിചാരം ഞമ്മക്കും വേണം. എന്താ അസീസ് ഇങ്ങനെ പറയണേ? ആ വിചാരം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സഭ കൂടുവോ? സഭ കൂടിയാൽ മാത്രം പോര മൈദീനെ, കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ, ആ മേനോനും ശേഖരൻ മാഷും ഒറ്റക്കെട്ടാണ്. മേനോനും മാഷും തമ്മില് ഒലക്ക. ഓര് തമ്മിൽ ഒരു ഇടങ്ങേടുമില്ലെന്ന് ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ. ഈ ഗുലുമാലും മുയ്യും ഉണ്ടാക്കുന്നത് ആ മാഷ. നമ്മളിപ്പോ എന്താണെന്ന് നിങ്ങൾ പറയണത്? നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല, ഞമ്മക്ക് ഇതുകൊണ്ടൊരു നേട്ടവും ഇല്ല. പക്ഷേ ഓല് കാരണം നമ്മുടെ ആൾക്കാർക്കൊരു അപമാനം വന്ന അത് ഇന്നെ കൊണ്ട് പൊറുക്കാൻ കഴിയൂല. അസീസേ, ആ ഒരു കാര്യത്തിൽ ഞമ്മക്കൊണ്ട് വാസി. ഭർത്താനത്തിന് മാത്രം പോരെ വാസി. നിങ്ങൾക്ക് എന്ന് ആദ്യമായിട്ട് പറയാൻ പറ്റും ഓളെ പറഞ്ഞുവിടാൻ? നാട്ടിൽ കച്ചറ ഉണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞു വിടാതെ വേറെ വഴിയില്ലെന്ന്. നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആജിയാര് തർക്കുത്തരം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട. ആ ടീച്ചറെ പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലേ? ഓൾ അറബി പഠിപ്പിക്കണം നമുക്ക് നാണക്കേടാ. ആണ്. ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കണ്ടല്ലോ, അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ? അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്ക് നാണക്കേടല്ലേ? അവിടെ ഒന്നും ആരെയും പറഞ്ഞു വിടണം പിരിച്ചു വിടണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്നില്ല. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന നമ്മളെ ഇസ്ലാമിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം. ആ കാര്യം ആചാര്യം മറക്കണ്ട. മറന്നിട്ടില്ലല്ലേ? മറക്കൂല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണം എന്ന് തന്നെയാ എന്റെ മോഹം. ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല, ചെയ്യൂല, പറയൂല. എന്നിട്ടാണ് ഇപ്പൊ ഈ ബേണ്ടായിനെ കാണിക്കണേ? അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. നിങ്ങളൊക്കെ ഖുർആൻ വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് ഖുർആനിൽ പറയണ്ട. നിരാലംബർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത്? മാനമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യാതാരാക്കണമെന്ന് ഇസ്ലാം പറയണ്ട. എന്തേ ആരൊന്നും ഉണ്ടാത്തത്? എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ന്യായമായ കാര്യം എത്ര ചെറിയോൻ പറഞ്ഞാലും നമ്മൾ കേൾക്കും, അനുസരിക്കും. ആ ചേലിക്ക് തന്നെ. അന്യായം എത്ര വലിയോൻ പറഞ്ഞാലും നമ്മൾ കേൾക്കൂല, വഴങ്ങൂല. അല്ല, നിങ്ങൾ വരാനുള്ള കാശിന്റെ കാര്യം എന്തായി? മെല്ലെ ചോദിക്കുന്ന ആള് കേൾക്കും. ഞാൻ തരൂലേ, രാജ്യം വിട്ടിട്ട് പോകണ്ടോ? 1-ാം തീയതി ആവട്ടെ. സാഹചര്യത്തിൽ ലേശം ടൈറ്റാണ്. എന്താ പറഞ്ഞേ? പഴയ കാക്കിത്തിനൊക്കെ എന്ത് ചെയ്ത്? ഷർട്ട് അടിച്ചില്ല, ഒരു കാര്യം ചെയ്യും, 2 സഞ്ചി അടിച്ചാളി. ഒന്ന് ഇങ്ങക്കും ഒന്ന് മേനക്കും. റേഷൻ വാങ്ങാലോ. ഷർട്ട് അടിച്ചോട്ടെ, മേനന്റെ വീട്ടില് കൂർക്കായിട്ട് നിൽക്കാം. ഈ ചീഞ്ഞ മീനല്ല, നിനക്ക് നല്ലത് വല്ലതും കൊണ്ടുവന്നുകൂടെ?
ഞമ്മള് കൊണ്ടുവരുന്ന മീൻ ചീഞ്ഞയാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ വാങ്ങിച്ചാ മതി, ഇത് തന്നെ കൂടുതൽ ദിവസത്തേക്കില്ല. നമ്മൾ ഈ തൊഴിൽ നിർത്താൻ പോവാ. അതെന്ത് പറ്റി? നഷ്ടം വന്നോ? നഷ്ടം വരാനാ? ആർക്ക്? ഞമ്മക്കാ? ഞമ്മക്കിപ്പോ മീൻ ഹറാമാണ്. തൊട്ടൂടാ, തിന്നൂടാ, പോരേന്റെ അയലത്ത് പോലും കയറ്റിക്കൂടാ. വീട്ടിൽ നമ്മളെ ഗാത്രക്കുട്ടിയുണ്ടേ. അങ്ങനെയാണെങ്കിൽ വല്ല പച്ചക്കറി കച്ചവടം ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല. മാഷില്ലേ ഇവിടെ? ഇല്ല, എവിടെ പോയി? ഇതിപ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനെ ചെയ്യൂ. രാവിലെ കുറെ മാന്യന്മാരെ ഒരു കാറുമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയതാ. എപ്പോ വന്നാലും നമ്മളെ ഒന്ന് കാണാൻ പറയണം. നമ്മൾ മില്ലിലുണ്ടാവും. ഉവ്വ. എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചവടമൊക്കെ? നന്നായി നടക്കുന്നു. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? ഡിയോ നമ്മളെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് വിളിച്ചേക്കിന്. സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികളുണ്ട് പോലും. ഇന്നലെ കൂടി ഒന്ന് വരണം. ആരാ പരാതിക്കാരൻ? അതൊന്നും പറഞ്ഞില്ല. മേനൻ എന്തൊക്കെയോ കച്ചട ഉണ്ടാക്കണം തോന്നുന്നുണ്ട്. അയാളോട് പോകാൻ പറയും. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അല്ല, നിയമപരമായിട്ടുള്ള നോട്ടീസ് വല്ലതും വന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. പിന്നെന്താ? അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്താവുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഞമ്മക്ക് മൂപ്പരെ ഒന്ന് നേരിട്ട് പോയി കാണാം. കാണാം. അത് ശരി. അപ്പോ ഈ വിശ്വസാഹിത്യകാരൻ ഇപ്പോൾ ഹാജിയാരുടെ കൂടെയാണല്ലേ? മാഷ് എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു സപ്പോർട്ടാണ്. അപ്പോ സ്കൂളിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഹാജിയാരാകെ ബേജാറായിരിക്കുക. അതിന്റെ കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയസ്ഥിതിക്ക് എനിക്ക് അവിടെ ഒന്ന് തെളിവെടുപ്പ് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി വിളിപ്പിച്ചതാ. അല്ല, സമാധാനായി. എന്നുറപ്പിക്കണ്ട. യവൻ കൂടുള്ള സ്ഥിതിക്ക് ഏത് നിമിഷവും എന്ത് അത്യാവത്തും സംഭവിക്കാം. അതാ വിത്ത്. ഹാജിയാരെ, പറയാനുള്ള കാര്യം പറയേണ്ട, നമുക്ക് വേഗം സ്ഥലം വിടാം. ഹാജിയാർ ഈ ബുദ്ധിജീവിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. കോളേജിൽ ഇവൻ ഞങ്ങളുടെ ഹീറോയൻ. 10 പേർപ്പം പ്രസംഗമാണ്. അതിനിപ്പോഴും മോശമില്ല. മൈക്കിന്റെ ഒരു കഷണം കിട്ടിയാ മതി, പിന്നെ വിടൂല. ആഹാ, അപ്പൊ പഴയ നമ്പറൊന്നും കൈമോശം വന്നിട്ടില്ലല്ലടാ. അതുപോട്ടെ, ഈ കേസിൽ നിനക്കെന്താണ് ഇത്ര വലിയ താല്പര്യം? ഒന്നാമതായിട്ട് അയ്യർ സാറിന്റെ ശുപാർശ. പിന്നീടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയത്. എതിർപ്പ്, സമരം, ഭീഷണി, വർഗീയ വിദ്വേഷം. എന്നാ പിന്നെ ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം എന്നങ്ങ് തീരുമാനിച്ചു. നമ്മുടെ പഴയ സ്വഭാവം. ഇപ്പൊ തന്നെ നിനക്കറിയാലോ, ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ള പലരുടെയും വാശി. സ്കൂള് പൂട്ടിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരെ. ശരിയാണ്, എന്തൊക്കെയോ കോൺസ്പിറസി നടക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ട്. ഹാജിയാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഒരു പ്രശ്നവും സംഭവിക്കില്ല. ധൈര്യമായിരിക്കും. ഒക്കെ ഞാൻ നോക്കിക്കോളാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വരട്ടെ. താങ്ക് യു സർ. ആര് സാറോ? ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ, എന്റെ പേര് വിളിക്കടാ. ഏതു പേരാ വിളിക്കേണ്ടത്? അച്ഛനും അമ്മയിട്ട പേരോ അതോ കോളേജ് ഞങ്ങളിട്ട പേരോ? ഹനുമാൻ ഭണ്ഡാരം. ആ കഥകളൊക്കെ ഹാജിയാരെ പറഞ്ഞ് കേൾപ്പിക്കല്ലേ. ശരി, ശരിയടാ. ഓക്കെ. ഇറങ്ങാ. ഓക്കെ.